നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സൂക്ഷിക്കുന്നത് പ്രാർത്ഥനയിലാണ്. യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. അതേ, ശിഷ്യന്മാരെ തകർക്കുവാൻ ശത്രു വന്നപ്പോൾ യേശു അവരെ സംരക്ഷിച്ചത് പിതാവിനോട് അപേക്ഷിച്ചിട്ടാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സൂക്ഷിക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഇന്ന് പകലും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു പക്ഷവാദം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥനാ സമയമാണ്. നമ്മുടെ രാജ്യം ഇന്ന് പകൽ വലിയ ഭീതിയിലൂടെ, അസമാധാനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഉണരേണ്ട സമയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന സൈനികരുണ്ട്. ദൈവം അവരെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ സംരക്ഷിക്കേണ്ടതിന്, നമ്മുടെ രാജ്യത്തെ കാവൽ ചെയ്യുവാൻ ആവശ്യമായ കൃപ നൽകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അയൽ രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ, ദൈവിക സമാധാനം ഇരു രാജ്യങ്ങളിലും വെളിപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേ, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെ, നമ്മുടെ ദൈവം നമുക്ക് സമാധാനം നൽകി തരുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്ര മധ്യേ അവരെ ആക്രമിച്ച അമാലേക്യരിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. താഴ്വാരത്ത് യുദ്ധം നടക്കുകയാണ്. യുദ്ധമുഖത്ത് മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് യോശുവയാണ്. അപ്പോൾ തന്നെ കുന്നിൻ മുകളിൽ മോശെ കരങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. മോശയുടെ കൈ താഴാതിരിപ്പാൻ അഹരോനും ഹൂരും വന്ന കൈ താങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. മോശയുടെ കൈ താഴ്ന്നിരിക്കുമ്പോൾ ഇസ്രായേൽ തോൽക്കും. പ്രിയപ്പെട്ടവരെ, അതിർത്തിയിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി പോരാടുമ്പോൾ ഇന്ന് പകൽ മോശയുടെ കൈ കുന്നിൻ മുകളിൽ ഉയർന്നിരുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതെ, പ്രാർത്ഥിക്കുന്നവർ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥനയിലാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നത്. അങ്ങനെ മോശെ കൈ ഉയർത്തിയിരുന്നപ്പോൾ ഇസ്രായേൽ ജയിച്ചു. മോശെ ആ സ്ഥലത്തിന് യഹോവ നിസി എന്ന് പേരിട്ടു. യഹോവ എൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്. അതെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.